ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഖാലിദ സിയ അന്തരിച്ചു എന്നൊരു സങ്കടകരമായ വാർത്ത കൂടിയുണ്ട്. 80 വയസ്സായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായിട്ട് ആതിര സരസ്വതി ചേരുന്നുണ്ട്. ആതിര, എപ്പോഴായിരുന്നു ഈ വാർത്ത വരുന്നത്? എപ്പോഴാണ് സ്ഥിരീകരിക്കപ്പെട്ടത്? വിവരങ്ങൾ. സെതു, ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ധാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും BNP അധ്യക്ഷയുമായ ഖാലിദ സിയ അന്തരിച്ചത്. പാർട്ടി വൃത്തങ്ങളാണ് പ്രസ്താവനയിലൂടെ മരണം സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 17 വർഷങ്ങൾക്ക് ശേഷം ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ മാതാവിനെ കാണാൻ മറ്റും എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അവരെ ആശുപത്രിയിൽ മകനും BNPയിലെ നേതാവുമായ താരിഖ് റഹ്മാൻ സന്ദർശിച്ച വാർത്തകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ 36 ദിവസമായി ധാക്കയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയത്തിലും ശ്വാസകോശത്തിലും അണുബാധയുണ്ടായതിനെ തുടർന്ന് ഖാലിദ സിയ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിന്റെ അടക്കം സഹായം ഡോക്ടർമാർ ഇവർക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ്. ചൈനയിൽ നിന്നും ലണ്ടനിൽ നിന്നും അടക്കം വിദേശ മെഡിക്കൽ സംഘവും ഇവരെ പരിശോധിക്കാനായി എത്തിയിരുന്നു. ഈ മാസം ആദ്യമൊക്കെ ചികിത്സയ്ക്കായിട്ട് ലണ്ടനിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങളൊക്കെ മെഡിക്കൽ സംഘം എടുത്തിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള പരിമിതികളെ തുടർന്നും പ്രശ്നങ്ങളെ തുടർന്നും ആ നീക്കം മാറ്റിവെക്കുകയും പിന്നീട് ഒരു ദിവസം നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതല്ലാത്തതിനാൽ പിന്നീട് അത് മാറ്റിവെക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 6 മണിക്കാണ് ബംഗ്ലാദേശിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായ ഖാലിദ സിയ അന്തരിച്ചത്. സേതു.